ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന്യരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ശ്രേഷ്ഠമായ രാവുകളിൽ ഒന്നാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം, മോക്ഷം എന്നൊക്കെയാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പാപമോചനവും നരകമോചനവും നൽകുന്ന രാത്രി ആയതുകൊണ്ടാണ് മോചനത്തിന്റെ രാവ് എന്ന നിലയ്ക്ക് ബറാഅത്ത് രാവ് എന്ന് ഈ രാവിനെ കുറിച്ച് പറയുന്നത്. ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഈ ആശയം കാണാം. വഹാദിഹി ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ്. വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനന്നാർ, അല്ലാഹു നരകത്തെ തൊട്ട് ആളുകളെ വിമോചിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നരകമോചനം ലഭിക്കുന്ന രാവ് എന്ന നിലയ്ക്കാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ഈ പ്രയോഗം സഹാബാക്കളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ മുസ്ലിം ഉമ്മത്തിൽ നിലനിന്നു വരുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ പണ്ഡിതന്മാരിൽ അഗ്രേസരനാണ്. മഹാനവറുകൾ കാന യുസമ്മി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ലൈലത്തുൽ ബറാ, അവര് ശഅബാൻ 15-ാം രാവിന് ബറാഅത്ത് രാവ് എന്ന് പറയുമായിരുന്നു എന്ന് ഇമാം മാവർദി അവരുടെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ മുൻഗാമികളായ സഹാബാക്കളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ബറാഅത്ത് രാവ് എന്ന പ്രയോഗവും ആ നിലയ്ക്കുള്ള ഉപയോഗവും സഹാബാക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ഈ രാത്രിയുടെ പ്രത്യേകത സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹദീസ് സ്വഹീഹാണ് എന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിൽ ഇതിന്റെ മഹത്വം രേഖപ്പെടുത്തിയതായി കാണാം. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ ശഅബാൻ മാസം 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവിൽ അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാകും, അഥവാ അള്ളാഹുവിന് അനുഗ്രഹം വർഷിക്കും, അനുഗ്രഹത്തിന്റെ നോട്ടം മനുഷ്യരുടെ നേരെ ഉണ്ടാകും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലി മുശ്രിക്കിൻ, ശിർക്ക് വിശ്വാസവും, ഔ മുഷാഹിനിൻ, മനുഷ്യർക്കിടയിലുള്ള പിണക്കവും വഴക്കുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കും ഒഴികെ. അപ്പോൾ ശിർക്ക് ചെയ്യുന്നവർക്കും പിണങ്ങി കഴിയുന്നവർക്കും അള്ളാഹു പൊറുക്കില്ല. ബാക്കിയുള്ള മനുഷ്യർക്കെല്ലാം അള്ളാഹു ഈ രാത്രിയിൽ പുറത്തു കൊടുക്കും, അവന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം ഉണ്ടാകും ഈ രാവിൽ എന്ന ഒരു ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. ഈ ഹദീസിന്റെ സനദ്, നിവേദന പരമ്പര സ്വഹീഹാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഈ ഹദീസിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഇന്റെ 1878-ാം നമ്പർ ഹദീസും സഹീഹു തർഗീബിന്റെ 2771-ാം നമ്പർ ഹദീസുമായി ഈ ഹദീസിനെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഹദീസ് തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരുടെ ഫത്വ ബോർഡായ ലജ്നത്തു ദായിമ അതിന്റെ 2,22,976-ാം നമ്പർ ഹദീസായി അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹസ്സനഹുൽ അൽബാനിയു, അബൂ മൂസൽ അശ്അരിയുടെ ഹദീസ് സ്വഹീഹാണ് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ സുന്നി ഉലമാക്കൾക്കും സലഫി പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ബറാഅത്ത് രാവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് സ്വഹീഹായ നിവേദന പരമ്പരയുള്ള ഹദീസ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഈ രാത്രിയിൽ 2 പ്രത്യേകതയാണ് ലോകത്ത് ഉണ്ടാകുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കും. 2, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഉണ്ടാകും. അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഉണ്ടാകുന്ന ഈ രാത്രിയിൽ അതിനാവശ്യമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ ഹദീസിന്റെ ആശയത്തെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ബഹുമാന്യരായ സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബറാഅത്ത് രാവ് പുണ്യരാവാണെന്നും അത് ഒരു പ്രധാനപ്പെട്ട രാവാണ് എന്നുമുള്ള കാര്യത്തിൽ സുന്നി ധാരയിലെ പണ്ഡിതന്മാർക്കോ സലഫി ധാരയിലെ പണ്ഡിതന്മാർക്കോ അഭിപ്രായ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവരുടെ പ്രസിദ്ധമായ അവരുടെ
അതിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബലഗന നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, ഒരു വർഷത്തിൽ 5 രാവ് ദുആഇന് ഇജാബത്തുള്ള രാവായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു രാവ് ശഅബാൻ മാസം 15 അഥവാ ബറാഅത്തിന്റെ രാവാകുന്നു എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവരുടെ 264 പേജിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ രാവ് പുണ്യരാവാകുന്നു എന്ന് പറഞ്ഞതായി ഹംബലി മദ്ഹബിലെ ഇഖ്നാ എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിലെ അല്ലാമ ഷാമി ഉൾപ്പെടെ മുല്ലാ അലിയുൽ ഖാരി ഉൾപ്പെടെ എല്ലാ പണ്ഡിതന്മാരും ഈ രാവ് ബറാഅത്ത് രാവ് ഒരു ശ്രേഷ്ഠമായ രാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സാക്ഷാൽ ഇബ്നു തൈമിയ, സലഫി പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം ഈ ഗ്രന്ഥത്തിന്റെ 2ാം വാല്യം 136 അദ്ദേഹം പറയുന്നു, ഈ രാവ് ഇതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാസാറു, അതേപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ, അവരുടെ പ്രസ്താവനകൾ അതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ മാ യഖ്തളി അന്നഹാ ലൈലത്തുൻ മുഫദ്ദല, ഇതൊരു ശ്രേഷ്ഠ രാവാണ് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പൊ സലഫി പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ വാഴ്ത്തപ്പെടുന്ന ഇബ്നു തൈമിയ അവരുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 2ാം വാല്യം 136 ഈ രാവ് ഹദീസ് കൊണ്ടും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു പുണ്യരാവായി മനസ്സിലായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രമുഖ സലഫി പണ്ഡിതനാണ് മുബാറക് പൂരി. തിർമിദിയുടെ ഷറഹ്, അദ്ദേഹത്തിന്റെ തിർമിദിയുടെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, വഹാദിഹിൽ അഹാദീസു ബിമജ്മുഇഹ, ഈ ഹദീസുകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അന്നഹാ ലൈലത്തുൻ മുഫദ്ദല, ഇതൊരു പുണ്യമായ രാവാണ്, ബറാഅത്ത് രാവ് ശ്രേഷ്ഠമായ രാവാണ് എന്ന് സലഫി പണ്ഡിതനായ മുബാറക് പൂരി അദ്ദേഹത്തിന്റെ തിർമിദിയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ മറ്റൊരുപാട് പണ്ഡിതന്മാർ. അപ്പോ വളരെ വ്യക്തമായി ലളിതമായി നമുക്ക് മനസ്സിലാകുന്നത് ഈ രാവിന് മഹത്വമുണ്ട്, ഈ രാവിന് പുണ്യമുണ്ട്, ഈ രാവ് ശ്രദ്ധേയമാണ്, ദുആഇന് ഇജാബത്തുണ്ട്, പാപമോചനം നടക്കുന്നുണ്ട്, നരകമോചനവും നടക്കുന്നുണ്ട് എന്ന നിലയ്ക്ക് ഇസ്ലാമിക ലോകത്ത് പ്രചാരം നേടിയ ഒരു പുണ്യമായ രാവാണ്. ഈ രാവിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഷാഫിഈ മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് റദ്ദുൽ മുഹ്താർ എന്ന് പറയുന്ന ഹനഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 2ാം വാല്യം 27 അവര് ഈ രാവിനെ ഹയാത്താക്കണം എന്നാണ് പറയുന്നത്. ഈ രാവിനെ ഹയാത്താക്കൽ മന്ദൂബാണ്, ഇഹ്യാ ചെയ്യൽ അഥവാ ഹയാത്താക്കൽ. നമ്മള് അമലുകളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ടും ധന്യമാക്കണം. ബികുല്ലി ഇബാദത്തിന്, ഏതെങ്കിലും ഇബാദത്ത്, ഏത് വിധേനയുള്ള ഇബാദത്തുകളും ഇബാദത്തുകളായി അറിയപ്പെടുന്ന ഏതൊരു അമല് കൊണ്ടും ഈ രാത്രിയെ ഹയാത്താക്കണം എന്നാണ് ഹനഫി മദ്ഹബിന്റെ ഫത്വ ഗ്രന്ഥമായ റദ്ദുൽ മുഹ്താറിന്റെ 1ാം വാല്യം 27 പറയുന്നത്. ഷാഫി മദ്ഹബിലെ ഇതിന് സമാനമായ നിലപാട് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥമായ ഖല്ലൂബിയിൽ നമുക്ക് കാണാം. യുൻദബു ഇഹ്യാഉ ലൈലത്തൈൽ ഈദൈനി, പെരുന്നാൾ രാവിനെ ഹയാത്താക്കണം, ദിക്ർ കൊണ്ടും നമസ്കാരം കൊണ്ടും ഹയാത്താക്കണം. അതിലേറ്റവും നല്ലത് തസ്ബീഹ് നമസ്കാരമാണ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവർ പറയുന്നു, വബിസ്ലുഹുമാ ലൈലത്തു നിസ്ഫി ശഅബാൻ, ഈ ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന ഈ ലൈലത്ത് ശഅബാൻ മാസം 15-ാം രാവും ഇതുപോലെ തന്നെയാവുന്നു. അവ ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട്, നിസ്കാരത്തെ കൊണ്ട് ഒക്കെ ഈ രാത്രിയെ ഹയാത്താക്കണം എന്ന് നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും ഗ്രന്ഥങ്ങളിൽ വ്യാപകമായ നിലയ്ക്ക്, വിശദമായ നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പണ്ഡിതന്മാരെല്ലാവരും ഈ രാത്രി പുണ്യരാത്രി ആയതുകൊണ്ടാണ് ഹയാത്താക്കണം, നിങ്ങൾ ഖുർആൻ ഓതണം, നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ തസ്ബീഹ് നമസ്കരിക്കണം, മറ്റു മുത്തലഖായ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കണം, ദുആ ചെയ്യണം എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബിലെ ഫത്വ ഗ്രന്ഥമായ മുഗ്നി അതിൽ പറയുന്നത് അന്ന് ദുആ കൊണ്ട് പ്രത്യേകമായ നിലയ്ക്ക് ദുആയിൽ വ്യാപൃതരാകൽ അത് സുന്നത്തായ, പ്രത്യേകം എടുത്തു പറയേണ്ട സുന്നത്തായ അമലാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട്
മാത്രമല്ല നമ്മുടെ മുൻഗാമികളായ ഖുർആൻ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ തർക്കമില്ലാത്ത വിധം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബറാഅത്ത് രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ഒരു വർഷത്തേക്കുള്ള ഓരോ മനുഷ്യരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലാഹു തആല മലക്കുകളെ അറിയിക്കും. തീരുമാനം എടുക്കുമെന്നല്ല, തീരുമാനം അല്ലാഹുവിന് പണ്ടേ ഉള്ളതാണ്. ആ തീരുമാനം മലക്കുകളെ അറിയിക്കുന്ന രാവാണ് ബറാഅത്ത് രാവ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും, ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീറിൽ, അല്ലാമ ആലൂസി അവരുടെ റൂഹുൽ ബയാനിൽ, ഇസ്മായിലുൽ ഹിഖി അവരുടെ അല്ലാമ ആലൂസി അവരുടെ റൂഹുൽ മആനിയിൽ, ഇസ്മായിലുൽ ഹിഖി അവരുടെ റൂഹുൽ ബയാനിൽ ഉൾപ്പെടെ ഒരുപാട് തഫ്സീറുകളിൽ, അതേപോലെ തന്നെ മുല്ലാ അലിയുൽ ഖാരിയുടെ മിർഖാത്ത് ഹദീസിന്റെ വ്യാഖ്യാനം, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മിഷ്കാത്തിന്റെ വ്യാഖ്യാനം, ഫത്ഹുൽ ഇലാഹ്, ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഖുർആൻ പണ്ഡിതന്മാര് ഈ രാത്രിയിൽ അല്ലാഹു തആല നമ്മെ സംബന്ധിച്ചുള്ള അടുത്തൊരു വർഷത്തേക്കുള്ള തീരുമാനം മലക്കുകളെ അറിയിക്കും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ ഖുർആൻ ഓതി ദുആ ചെയ്യണം, പ്രത്യേകിച്ച് യാസീനൊക്കെ ഓതി ദുആ ചെയ്യണം എന്ന് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ബറാഅത്ത് രാവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രാവാണ്. വളരെ ഹ്രസ്വമായി ഈ ആശയം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഈ രാവ് അശ്രദ്ധമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബറാഅത്ത് രാവിന്റെ മഗ്രിബ് മുതൽക്ക് സുബഹി വരേക്കുള്ള ആ സമയം മുഴുവനും നമ്മൾ ഇജാബത്തിന്റെ സമയമാണ്. സാധ്യമായിടത്തോളം ഖുർആൻ ഓതുകയും തസ്ബീഹ് നമസ്കരിക്കുകയും അതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും വിശിഷ്യ ഈ 2-3 യാസീനൊക്കെ ഓതി ദുആ ചെയ്യണമെന്ന് മുൻഗാമികളായ നമ്മുടെ ഉലമാക്കൾ, ഉസ്താദുമാരൊക്കെ നമ്മെ ഉപദേശിക്കാറുണ്ട്. ആ നിലയ്ക്ക് യാസീനോദിയും ഖുർആനോദിയും അതേപോലെയുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, തൗബ, ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ രാവാകുമ്പോൾ 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, തൗബ ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ, വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്യണം. എന്നാൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്ക്, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പറയുന്നുണ്ട്. അതേത് സമയത്തുമാകാം. ബറാഅത്ത് രാവ് പോലെ ദുആഇന് ഇജാബത്തുണ്ടെന്ന് മഹാപണ്ഡിതന്മാർ വ്യക്തമാക്കിയ ഈ രാവിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ കൊണ്ട് വ്യാപൃതമാകണമെന്നും നമ്മൾ എല്ലാവരും ദുആ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മഹത്തായ രാവുകളെ ഗൗനിക്കുവാൻ, അശ്രദ്ധമായി മറന്നു പോകാതിരിക്കാൻ, മുൻഗാമികളായ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാൻ ഒക്കെ ഈ രാവ് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.